ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യാൻ ഭയങ്കര ഞങ്ങൾക്കിതൊരു വലിയൊരു എന്താ പറയുക, ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിറങ്ങിയ ഒരു, കാരണം ഒരു 2 വർഷത്തോളമായിട്ട് ഞങ്ങൾ ഈ സിനിമയുടെ പുറകിലായിരുന്നു. അത് നമ്മുടെ ഇൻഡസ്ട്രിയിൽ സബ്ജക്റ്റ് ആണല്ലോ, എന്നിട്ടാണ് സ്റ്റാർട്ടും മറ്റു കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നത്. നമുക്ക് ഇന്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ടായി, നടക്കുന്ന കഥയല്ല, നടക്കാൻ പോകുന്ന കഥയല്ല, നടക്കരുതാത്ത കഥയാണത്. അപ്പോൾ തിയേറ്ററിലിരുന്ന് കാണുമ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ സിനിമ തിയേറ്ററിലിരുന്ന് കാണുന്നത്. അപ്പം ഞങ്ങൾ അഭിനയിച്ച പാട്ട് മാത്രമാണ് ഞങ്ങൾക്ക് അറിയുന്നുണ്ടായിരുന്നത്. അപ്പാർട്ട് ഫ്രം നമ്മൾ കഥ വായിച്ചിട്ടുണ്ടെങ്കിലും ഇതെങ്ങനെയാണ് ഇത് ടോട്ടലി ഇത് വന്നിട്ടുള്ളത്, അങ്ങനെ ആ മൊമെന്റിൽ ഇരിക്കുക എന്ന് പറയുന്നത്, നമ്മൾ അഭിനയിച്ച സിനിമ നമ്മൾ കാണുമ്പോൾ നമുക്ക് കുറച്ച് നമ്മൾ അതിൽ അത്രയും ഇൻവോൾവ് ചെയ്ത് ഇരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ബട്ട് അത് വേറെ ആൾക്കാർ അഭിനയിച്ച സീൻസ് വരുമ്പോഴാണ് കൂടുതൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. അതെന്താ അഭിനയിച്ചു മമ്മൂട്ടി ഇടിച്ചില്ലെങ്കിൽ മഹേഷ് നമ്മൾ അല്ലെ, നമുക്ക് വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. നമുക്ക് ഞങ്ങളടുത്ത് വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഇടപെട്ടിട്ടുണ്ട്. കാരണം ഞങ്ങൾക്ക് ആദ്യം ഒരു പേടി, നമുക്കെന്നുള്ള പേടി ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് തന്നെ ചില സമയത്ത് അത് ഞങ്ങളെ കൈ പിടിച്ച് ഞങ്ങളെ ചെയ്യിപ്പിക്കുന്ന പോലെ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതായത് ത്രൂ ഔട്ട് ഫണ്ണായിരുന്നു സാർ. അതായത് നമുക്ക് വന്നിട്ട് എന്താ ഇരിക്കണേ കിടക്കട അവിടെ, അങ്ങനത്തെ രീതിയിൽ നമ്മളെ കംഫർട്ടബിൾ ആക്കിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ത്രൂ ഔട്ട് ഞങ്ങൾക്ക് തന്നെ ഒരു 7-8 ദിവസം ഒരുമിച്ച് ഉണ്ടായിരുന്നപ്പോൾ ഇപ്പോൾ അദ്ദേഹം ഞങ്ങളുടെ ഒപ്പം തന്നെ ഇരിക്കുകയായിരിക്കും പ്ലെയിനിൽ. അങ്ങനെയൊക്കെ ത്രൂ ഔട്ട് നമുക്കൊരു കെമിസ്ട്രി ഉണ്ടാക്കാൻ പറ്റി ഫൈറ്റിൽ തന്നെ. ഞങ്ങൾക്കിതൊരു വലിയൊരു എന്താ പറയുക, ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിറങ്ങിയ ഒരു, കാരണം ഒരു 2 വർഷത്തോളമായിട്ട് ഞങ്ങൾ ഈ സിനിമയുടെ പുറകിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഈ പറയുന്ന ലെജൻസിൻ്റെ കൂടെ നമ്മൾ കുറച്ച് നേരമെങ്കിലും അല്ലെങ്കിൽ 1-2 ദിവസം ഞങ്ങൾ സ്പെൻഡ് ചെയ്ത 3-4 ദിവസങ്ങൾ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. കാരണം ഞങ്ങൾ അഭിനയിച്ച സമയത്ത് മാത്രമല്ല, അല്ലാതെ സമയത്ത് ഞങ്ങൾ ഇവരെ ഒബ്സർവ് ചെയ്ത് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതാണ് ഏറ്റവും വലിയ ടേക്ക് അവേ. ഭയങ്കര റെലവൻ്റ് ആണ്. നമുക്ക് ഇൻ്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ടായി, നടക്കുന്ന കഥയല്ല, നടക്കാൻ പോകുന്ന കഥയല്ല, നടക്കരുതാത്ത കഥയാണത്. അപ്പോൾ നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ ടെക്നോളജി ചുറ്റും നോക്കുക, എത്രയും ഫോൺസ് ഉണ്ട് ഇവിടെ, ടെക്നോളജി ഇത്രയും ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ മിസ്യൂസ് ചെയ്യാതിരിക്കാനാണ് ആ ഒരു ടോപ്പിക്കിലാണ് ഈ പടം നമ്മളിപ്പോൾ നെറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ പടത്തിലൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. കാരണം ഇത് ഷൂട്ട് ചെയ്തത് 1.5 വർഷം മുന്നെയാണ്. അപ്പോൾ ഞാൻ സിനിമയിൽ കയറുന്നേ ഉള്ളൂ. ഇത് എൻ്റെ 4ാമത്തെ സിനിമയാണ്. അപ്പോൾ ആ സമയത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ മമ്മൂക്കടൊപ്പം ഒരു ഫൈറ്റ് സീൻ ചെയ്യാൻ പറ്റി എന്നുള്ളൊരു സന്തോഷത്തിലാണ് ഞാനത്. അതൊക്കെ പിന്നെ ശ്രീലങ്കയിലെ ഒരു അവരുടെ ഒരു ആർമി ബേസിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അത്രയും ആക്സസ് കിട്ടാൻ അത്ര എളുപ്പമില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു മൂവിയിൽ മാത്രം അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ഒരുപാട് സന്തോഷമുണ്ട്. കോമ്പിനേഷൻസ് ഉണ്ടെന്ന് ഞാൻ അറിയുന്നത്. അതെ, പിന്നെ ആ ഒരു കോൾ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഈ പടം സ്റ്റാർട്ട് ചെയ്ത ശേഷമാണ് എനിക്ക് ഈ കാസ്റ്റിംഗ് കിട്ടിയത്. അപ്പോൾ പടം അനൗൺസ് ചെയ്യുന്ന സമയത്ത് തന്നെ ജസ്റ്റ് ഒരു ഓഡിയൻസ് സംബന്ധിച്ച് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു, ഇങ്ങനത്തെ ഒരു മൂവി ഉണ്ടെന്ന്. ജസ്റ്റ് ആസ് എൻ ഓഡിയൻസ് ടു ഗോ വാച്ച് ദിസ് മൂവി. പക്ഷേ എനിക്കൊരു പടത്തിൽ അഭിനയിക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷം. അതാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓഡിയൻസ് ഇത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ പോലത്തെ ഒരുപാട് സിനിമകൾ ചെയ്യാൻ നമ്മുടെ ഇൻഡസ്ട്രിയിൽ, മലയാളം ഇൻഡസ്ട്രിയിൽ ചെയ്യാൻ ഒരു ചാൻസ് കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊരു ബാരിയർ ബ്രേക്കിംഗ് മൂവി ആവട്ടെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത്രയും സ്റ്റാർസ് ഉണ്ടെന്ന് മാത്രമല്ല, ഇത്രയും ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത്രയും നല്ലൊരു സബ്ജക്റ്റാണ് മഹേഷ് ചേട്ടൻ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ ഇൻഡസ്ട്രിയിൽ സബ്ജക്റ്റ് ആണല്ലോ മെയിൻ, എന്നിട്ടാണ് സ്റ്റാർട്ടും മറ്റു കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നത്. ഇല്ല, ഞാൻ ലാസ്റ്റ് തിയേറ്ററിൽ കണ്ടത് 2020 ആണ്. ഇവർ രണ്ടുപേരും മമ്മൂക്കയും ലാലേട്ടനും ഒരുമിച്ച് അഭിനയിച്ച സിനിമ 2020 കണ്ടത്. കടൽ കടന്നൊരു മാത്തുകൂടി ഞാൻ തിയേറ്ററിലല്ല കണ്ടത്. ഇപ്പോൾ ഇത്രയും വർഷത്തിന് ശേഷം തിയേറ്ററിൽ എനിക്ക് ഫസ്റ്റ് ഡേ കാണാൻ പറ്റിയത് മാത്രമല്ല, ഞാനൊരു ഭാഗമാണ്. ഒരുപാട് അഭിമാനമുള്ള ഒരു മൊമെൻ്റാണ്. അതൊരു ഈസി എക്സ്പീരിയൻസ് അല്ല. ഫൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരു പൊടി കാൽക്കുലേഷൻ മാറി ഒരാൾക്കൊരു ഇഞ്ചുറി വരും. നമ്മൾ ഒരാളെ അറ്റാക്ക് ചെയ്യണം, അഭിനയിക്കുകയും വേണം. ആൻഡ് യു ഹാവ് ടു ബി എക്സ്ട്രാ കെയർഫുൾ. നൗ വി ആർ ഓപ്പോസിറ്റ് ദ ബിഗ്ഗസ്റ്റ് സ്റ്റാർസ് ഇൻ ദ കൺട്രി. അപ്പോൾ അത് വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട കാര്യമാണ്. അത് അങ്ങനെ വലിയ പരിക്കില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ള ഭാഗ്യം. ഞാൻ പറഞ്ഞില്ലേ, മൂവി നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് ആ ഫുട്ടേജ് നമുക്ക് വേണമെങ്കിൽ ആ സമയത്ത് കാണാം, ക്യാമറയുടെ മോണിറ്ററിലോ അല്ലെങ്കിൽ നമുക്ക് സ്പോട്ട് എഡിറ്റിലോ കാണാം. മ്യൂസിക് വെച്ചിട്ട് ഇപ്പോഴാണ് കാണാം. DI കഴിഞ്ഞ് മ്യൂസിക്കിൽ കാണും. സുഷിൻ സാറിൻ്റെ മ്യൂസിക്കിൽ കാണുമ്പോൾ ഇത് വേറൊരു ഫീൽ. ഞാൻ എൻ്റെ സ്ക്രിപ്റ്റ് വായിച്ചിട്ടുണ്ട്. സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ അപ്പോൾ വിചാരിച്ച സാധനം സ്ക്രീനിൽ വരുമ്പോൾ വലിയൊരു എക്സ്പീരിയൻസ്. അത് ഇങ്ങനെ ഒരു കൊമേഴ്ഷ്യൽ പാറ്റേണിൽ പറഞ്ഞുകൊണ്ടാണ് നമുക്കത് കൂടുതൽ ചെയ്യുക. അല്ലെങ്കിൽ ഇത് ഈസിലി ഒരു ഡോക്യുമെൻ്ററി ടൈപ്പായി പോകുന്നൊരു കഥയാണ്. മനസ്സിലായില്ല, ഇത്രയും എൻ്റർടൈനിങ് ആയിട്ട് അത് മാനു സാറിൻ്റെ വർക്ക് ആസ് എ DOP
മഹേഷ് സാറിൻ്റെ എഡിറ്റിംഗ് ആൻഡ് ഹിസ് ഡിറക്ഷൻ പ്ലസ് സുഷിൻ സാറിൻ്റെ മ്യൂസിക്, ഈ കോമ്പിനേഷൻ പെർഫെക്റ്റ്ലി വർക്ക് ചെയ്തു. ദാറ്റ്സ് വൈ ഇത്രയും നല്ല ആക്ടേഴ്സ് വന്ന് മനോഹരമായിട്ട് ഈ കഥ പറയാൻ പറ്റിയത്. ഫഹദ് ഫാസിലിനെ പോലെ ഒരു ആക്ടർ അപ്പുറത്ത് നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക്, അല്ലെങ്കിൽ രാജീവ് മേനോൻ സാറിനെ പോലെ നിൽക്കുന്നതുകൊണ്ടാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ഇത്രയും നമ്മുടെ ഹാർട്ടിലേക്ക് വരുന്നത്. ഹൗ ഡേഞ്ചറസ് ദ എക്വിപ്മെൻറ്റ് യു ആർ ഹോൾഡിംഗ് റൈറ്റ് നൗ ക്യാൻ ബി. ഫാദ്കയായിട്ട് വർക്ക് ചെയ്യാൻ ഭയങ്കര രസമാണ്. ഫാദ്കയായിട്ട് ഞാൻ ആ സീനിൽ വർക്ക് ചെയ്യുമ്പോൾ ഷോട്ട് കഴിഞ്ഞാൽ ഫാദ്ക ആലോചിച്ച് കോൺവെർസേഷൻ ഉണ്ടാക്കിയിട്ട് സംസാരിക്കും. അതായത് ഞാൻ ഫാദ്കയുടെ ഹോസ്റ്റലായിട്ടായിരുന്നു. ഞാൻ 4th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ ഫാദ്ക 8th-ലോ 9th-ലോ ആണ്. അന്നത്തെ കാര്യമൊക്കെ ചോദിക്കും. ശ്രാവൺ മുകേഷ് സാറിന് പറഞ്ഞു അവൻ എന്ത് ചെയ്യണം എന്നൊക്കെ ചോദിച്ചൊക്കെ നല്ല രസമാണ് ഫാദ്കയോടൊപ്പം വർക്ക് ചെയ്യാൻ. ഒരുപാട് ഡൗട്ട്സ് ക്ലിയർ ചെയ്യും. ഈ കൺഫേം ദാറ്റ് ഫാദ്ക ഫിലിം സ്കൂളിൽ പോയിട്ടില്ല, ആക്ടിങ് പഠിച്ചിട്ടില്ല എന്നൊക്കെ. മലയാളി പ്രേക്ഷകർ ഇത്തരത്തിലേക്കുള്ള ടോപ്പിക് ഏറ്റെടുക്കാൻ എന്താ പറയുക എവല്യൂട്ട് ചെയ്യപ്പെട്ടെന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ തോന്നുന്നുണ്ട് ഓഡിയൻസ്? 100%. നമ്മൾ ഏറ്റവും അപ്ഡേറ്റഡ് ആയ ഒരു ക്രൗഡ്, ഏറ്റവും അപ്ഡേറ്റഡ് ആയ പ്രേക്ഷകരാണ്. അപ്പോൾ വേൾഡ് സിനിമയിൽ തന്നെ. അപ്പോൾ ഈ ടോപ്പിക്ക് തീർച്ചയായിട്ടും അത് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ മലയാളി ഓഡിയൻസ് തന്നെ ആയിരിക്കും. It's an epic movie. So as an audience, as an upcoming actor, it's a big achievement for me. Big treat, visual treat. So happy and feeling so proud. Audience ന്റെ കൂടെ എല്ലാവരും ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ. സോ കണ്ടു. ഇത് ഒരു മാസ് മസാല പടം എന്നുള്ളൊരു എല്ലാ തരത്തിലുള്ള ഇമോഷൻസും അതെ, ഒരുപാട് ഗൂസ് ബംപ്സ് മൊമെന്റ്സ് ഉണ്ട്. ഓഫ് കോഴ്സ് യെസ്. ഞാനിപ്പോഴും ആ മൂവിയുടെ എന്താ പറയാ തരിപ്പൊന്നും ഞാൻ മാറിയില്ല, അതുകൊണ്ടാണ്.